ഇപ്പോൾ നിഹാൽ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പകർത്തിയ ദൃശ്യങ്ങൾ അതൊന്ന് കാണാം. മുഹമ്മദ് ഫിറോസിലേക്ക് പോകുന്നു. ദൃക്സാക്ഷി മുഹമ്മദ് ഫിറോസ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് അവിടെ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ ഞെട്ടലാണ്. ഒരു പ്രകോപനവുമില്ലാതെ, ആർക്കുമാർക്കും മനസ്സിലാവാതെ ആ കറുത്ത വേഷധാരി ഒരു വെള്ള വസ്ത്രം ധരിച്ച ആളെ സിപ്ലൈൻ അടുത്തു നിന്നും, അതായത് വളരെ ക്ലോസ് റേഞ്ചിൽ ഒരൊറ്റ വെടിക്ക് വെടിവെച്ചിടുകയാണ്. അങ്ങനെ ഈ 4 പേർ പല ദിശകളിൽ നിന്ന് ആക്രമിച്ച കാര്യം, വെടിവെച്ച കേട്ട കാര്യമൊക്കെ നിഹാൽ പറയുകയായിരുന്നു. താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് ആ ഓർമ്മ? ഞങ്ങൾ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 ടീമായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ടീമിൽ ഞങ്ങളുണ്ടായിരുന്നു, ഞാനുൾപ്പെടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ടീം അവിടെ എത്തുന്ന സമയത്താണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായി എന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല. കാരണം ഭയങ്കര ശബ്ദം കേൾക്കുന്നു, എന്തൊക്കെയോ സൗണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അനുഭവം തന്നെ നമ്മളുടെ മുന്നിലില്ല. നമ്മൾ പത്രത്തിലൊക്കെ കേട്ട അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മുമ്പ് ഫേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ സംഭവം നടന്ന ഉടനെ തന്നെ കംപ്ലീറ്റ് അവിടെയുള്ള ആളുകളും ഞങ്ങളുടെ ഗൈഡ് അതുപോലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കവർ ചെയ്തു. അവർ ഞങ്ങളങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ പൊതിഞ്ഞു നിന്നിട്ട് ഞങ്ങൾ മുഴുവൻ വണ്ടിയിലേക്ക് കയറ്റാണ്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അവരാരും അതിന് കൃത്യമായി മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങളാകെ പാനിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട്. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറ്, ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ സേഫല്ല, വേഗം കയറെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ കയറ്റി. അവർ ഞങ്ങളങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. അവരങ്ങനെ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്, ഇനി എന്തെങ്കിലും അറ്റാക്ക് വരികയാണെങ്കിൽ ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആളുകൾ ഞങ്ങളെ റൗണ്ട് ചെയ്ത് നിന്നിരുന്നത്. ധാരാളം ആളുകൾ അവിടുത്തെ ഈ ഗൈഡുകൾ, അതുപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയി എത്തപ്പെടുന്നത്. അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ വേഗം വണ്ടി കയറ്റി അതിവേഗതയിൽ ഞങ്ങൾ അവിടുന്ന് പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നേരത്തെ ഇവിടെ ഇടപ്പള്ളിയിലെ ശ്രീ രാമചന്ദ്രൻ്റെ മകൾ പറയുന്നുണ്ടായിരുന്നു, മുസാഫർ സമീർ എന്ന് പറയുന്ന അവരുടെ ഡ്രൈവറും ഏത് രീതിയിലാണ് അവസാനം വരെ കൂടെ നിന്നത് എന്നും, സഹോദരങ്ങൾ ഒരു സഹോദരബന്ധം ഉണ്ടായത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ വലിയ മലകൾക്ക് മുകളിൽ നിന്നും തോളിലേറ്റി, കുതിരപ്പുറത്ത് മനുഷ്യരെ ഏറ്റുന്നത് പോലെ തോളിലേറ്റി കൊണ്ടുവരുന്ന അവിടുത്തെ പ്രദേശവാസികളെ കണ്ടു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യ മണിക്കൂറുകളിൽ പ്രദേശവാസികൾ അവരുടെ ജീവൻ പണയം വെച്ച് അവിടെ നിന്നു എന്നതല്ലേ ബോധ്യം, ശ്രീ ഫിറോസ്? അവിടുത്തെ പ്രദേശവാസികളാണ്. ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഞങ്ങളെ കവർ ചെയ്യാനെത്തിയത് മുഴുവൻ അവിടുത്തെ പ്രദേശവാസികളാണ്. അവർ തന്നെയാണ് ഞങ്ങളെ ഉടൻ വണ്ടിയിലേക്ക് കയറ്റിയതും അവിടുന്ന് പറഞ്ഞയക്കുന്നതും ഒക്കെ. ഞങ്ങളെ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളെ മുഴുവൻ അവിടുന്ന് വാഹനത്തിൽ കയറ്റി പാക്ക് ചെയ്യുന്നതും ആളുകളെ കവർ ചെയ്ത് നിൽക്കുന്നതും ഒക്കെ അവിടുത്തെ ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ.